സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്ന ഗ്രീഷ്മയുടെ ആത്മഹത്യ കഴിഞ്ഞ ദിവസം വലുതായി ചർച്ച ചെയ്യുന്നതാണ്. കാരണം ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു ചിന്നു പാപ്പു. ചിന്നു പാപ്പുവിനെ പോലെ ആത്മവിശ്വാസം തുളുമ്പുന്ന രേഷ്മ എന്നാണ്, ഗ്രീഷ്മയല്ല രേഷ്മ എന്നാണ് പേര്. ചിന്നു പാപ്പു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരാൾ കൂടിയാണ്. അവർക്ക് ആത്മവിശ്വാസത്തോടെ വീഡിയോസൊക്കെ പങ്കുവെക്കുന്ന, കാസർഗോഡൻ ഭാഷയിൽ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരാൾ കൂടിയാണ്. അവരെ പോലെ അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരാൾ വീണ്ടും ഈ ആത്മഹത്യ എന്ന തരത്തിലേക്ക് ചെന്നെത്തുക എന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒന്നല്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് തുടർച്ചയായി പറയുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമ്മൾ നേരത്തെ കോൺഫിഡൻറ്റ് റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുകയാണ്. അതിൻ്റെ കാരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത്തരത്തിൽ വലിയ തോതിൽ ജനങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിക്കുന്ന, ആത്മവിശ്വാസത്തോടെ മുന്നേറണം എന്ന് പറയുന്ന ആളുകൾ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതാണ് പലപ്പോഴും നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ചിന്നു പാപ്പുവിൻ്റെ വിഷയത്തിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഈ രേഷ്മയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ഇയാളുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒപ്പം ചിന്നു പാപ്പുവിൻ്റെ ഫോണും പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ KV ബൈജു ചേരുകയാണ്. ബൈജു, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും ഇത്തരത്തിൽ ചില മാനസിക സമ്മർദ്ദങ്ങൾ, ഒപ്പം താമസിച്ചിരുന്ന ആൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരെ ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് എത്താൻ കാരണമായി എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു. പോലീസ് ഇത് ഏതാണ്ട് പൂർണ്ണമായും ഉറപ്പിച്ചോ? തീർച്ചയായും രഞ്ജിത്തെ, ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇവരുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങൾ അതെല്ലാം വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദത്തിന് ഇവരെ ഇടയാക്കി. പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ ഈ ആൺസുഹൃത്തുമായി ജീവിക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. നേരത്തെ വിവാഹം കഴിച്ച ആ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയോടൊപ്പം, അതായത് വിവാഹിതയായ ഒരു പെൺകുട്ടിയോടൊപ്പം ഒളിച്ചോടി. ഇതെല്ലാം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയതാണ് പോലീസ് പറയുന്നത്. ഈ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസിന് വലിയ നിർണായക വിവരങ്ങൾ കിട്ടിയത്. ഇതിൽ പലതും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അത്തരത്തിൽ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, അവരുടെ വ്യക്തി ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ വീഡിയോകൾ അത് നമുക്ക് കാണുമ്പോൾ വലിയ തോതിൽ ഇവർക്ക് ആത്മവിശ്വാസം പകരുന്നതും അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുന്ന തരത്തിലായുള്ള വീഡിയോകളായിരുന്നു ഇവരുടെ ബ്ലോഗുകളിലൊക്കെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഇവർ പങ്കുവെച്ച വീഡിയോയിൽ പോലും അത്തരത്തിൽ ഒരു സൂചന പോലും ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസികമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ല. അത് തന്നെയാണ് കുടുംബവും ഇന്നലെ വ്യക്തമാക്കിയത്. ഇവർക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടായതായി വീട്ടുകാരോട് പങ്കുവച്ചിരുന്നില്ല, സഹോദരനോട് പങ്കുവച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു പെട്ടെന്നുണ്ടായ ഒരു വിഷമത്തിൽ ഒരു ആത്മഹത്യ എന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് ഇതിൽ അസ്വാഭാവികമായി പുറത്തു നിന്നുള്ള ഒരു പ്രേരണ, അത്തരത്തിലുള്ള പ്രേരണ കുറ്റമോ അങ്ങനെയൊന്നും ചുമത്താൻ തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ ആൺസുഹൃത്തിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം ഗ്രീഷ്മയുടെ ഫോണും വിശദമായ പരിശോധന നടത്തും. എന്നാലും ഈ ആൺസുഹൃത്തിനെ അവരുടെ രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞുവിടുന്ന സാഹചര്യമാണ്. 2 ദിവസം കസ്റ്റഡിയിൽ തന്നെയായിരുന്നു. വിശദമായ മൊഴിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇതിൽ ഒരു മാനസിക സമ്മർദ്ദത്തെ KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ആൺസുഹൃത്തിനടക്കം ചോദ്യം ചെയ്ത പശ്ചാത്തലമുണ്ട്. കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.